നമസ്കാരം, ഏവർക്കും ജോലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. നമുക്കറിയാം, ഇന്ന് കർക്കിടകമാണ്. ഓഗസ്റ്റ് 3-4 ദിവസങ്ങളിലായിട്ട് ആണ് ഈ വർഷത്തെ കർക്കിടക വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെളുപ്പിന് തന്നെ നിരവധി ആൾക്കാർ ബലിതർപ്പണം ചെയ്യുന്നതിനായിട്ടുള്ള പ്രധാനമായും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ബലിക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ ഇന്ന് വെളുപ്പിനെ തന്നെ ഇവിടെ ബലിതർപ്പണം ചെയ്യാനായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ ബലിതർപ്പണവും അതിൻ്റെ കാഴ്ചകളും അമ്പലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കർക്കിടക ബലി കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇദ്ദേഹം ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ്. മോഹനൻ. തെക്കൻ കേരളത്തിലെ ഏക ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അനേകം ഐതിഹ്യം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്ന് പറയുന്നത്, ഇത് സുഗ്രീവൻ കുന്നെന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അത് ലോപിച്ച് ഉഗ്രംകുന്നായി മാറിയതാണ്. അപ്പോൾ ഇവിടെയാണ് സുഗ്രീവൻ താമസിച്ചിരുന്നതെന്നും ഇതിന് തൊട്ടടുത്താണ് ബാലിയാങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ബാലി ഹിൽസ്. അവിടെ ബാലി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നും ഐതിഹ്യമുണ്ട്. അപ്പോൾ ശ്രീരാമൻ സീതാന്വേഷണത്തിനായിട്ട് വരുന്ന സമയത്ത് ഇവിടെ വെച്ച് സുഗ്രീവനെ കാണുകയും ബാലിയെ കൊല്ലാമെന്നുള്ള സഖ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സഖ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയമ്പ് കൊണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിന് മുമ്പിലുള്ള 7 മരങ്ങൾ, 7 സ്ഥലങ്ങൾ ഒറ്റയമ്പ് കൊണ്ട് മുറിച്ച് കാട്ടിയാൽ ബാലിയെ വിജയിക്കാം എന്നുള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ട് സുഗ്രീവനത് കാണിച്ചു കൊടുക്കുകയും ശ്രീരാമൻ ഒറ്റയമ്പ് കൊണ്ട് ആ 7 മരങ്ങളെ വീഴ്ത്തുകയും ചെയ്തതാണ് വിശ്വാസം. ആ 7 മരങ്ങൾ നിന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള വിശാലമായ പുഴയുടെ ഭാഗം. അത് മരഞ്ചുഴി എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇപ്പം മരഞ്ചുഴി എന്നറിയപ്പെടുന്നത്. ബാലിയെ കൊന്ന സ്ഥലത്തും ബാലിയാങ്കുന്നാണ്. അവിടെ ബാലി മരിച്ചു വീഴുന്ന സമയത്ത് അവിടെ ബാലിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പാറയിൽ നിന്ന് വെള്ളം ഉണ്ടാക്കിയെന്നൊരു ഐതിഹ്യമുണ്ട്. അവിടെ ഇപ്പോഴും 365 ദിവസവും ശുദ്ധമായ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തണ്ണീർക്കുടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം സ്വയംഭൂവായ ഒരു ഇണ്ടലേപ്പ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ളത്. 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്നാണ് ഐതിഹ്യം. ഇവിടെ ശ്രീരാമസ്വാമി ശിവൻ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായ ശിവനെ ഇവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചതെന്നും ധ്യാനിച്ചതെന്നുമാണ് ഐതിഹ്യം. ഇതെല്ലാം അവരുടെ കർക്കിടക ബലി ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. നമ്മുടെ ഐതിഹ്യത്തിൽ അച്ഛന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പിതൃബലി നടത്തിയത് ശ്രീരാമസ്വാമിയാണെന്നാണ് ഐതിഹ്യം. അതിന് മുമ്പുള്ള ചെറുതൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ശ്രീരാമസ്വാമിയാണ് നമ്മുടെ പുരാണത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി അച്ഛന് വേണ്ടി ബലിയിട്ടത് എന്നൊരു ഐതിഹ്യമുണ്ട്. ശിവന്റെ മുമ്പിൽ വെച്ച് ബലിയിട്ടത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് കർക്കിടക ബലി ദിവസം ഇവിടെ വന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നും പ്രപിതാക്കൾക്കും എല്ലാം മോക്ഷം കിട്ടുന്നുള്ള ഒരു ഐതിഹ്യവും വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കർക്കിടക ബലിക്ക് ഇത്രയും ആളുകളോട് വരുന്നതും ബലിയിടുന്നതും. ശുഭ്രം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നമസ്കാരം. നമസ്കാരം. പേരും സ്ഥലമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് പരിചയം. എൻ്റെ പേര് ബാലശാസ്ത്രികൾ എന്നാണ്. ബാലൻ ശാസ്ത്രികൾ. സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് വന്നതാണ്? ഇവിടുന്ന് കർമ്മത്തിനായിട്ട് വന്നതാണ്? ഇതിനായിട്ട് എല്ലാ വർഷവും ഇപ്പോൾ ഇത് 24ാമത്തെ വർഷമാണ് നമ്മളിവിടെ ഇടുന്നത്. നമ്മുടെ അപ്പൂപ്പന്മാരാണ് ഋതുക്കളായിട്ടുള്ളത്. ആ 7 തലമുറ എന്ന് പറയുന്നത് ഒരാളുടെ ആയുസ് 360 വർഷമായിരുന്നു. അപ്പം 360 അത് ഇൻറ്റു 7 കൂട്ടിയാൽ കിട്ടുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ആത്മാക്കളാണ് ദേവതകളായിട്ട് വരുന്നത്. ആ ദേവതകളുടെ അനുഗ്രഹം ഇവിടെ വരുമ്പോഴാണ് ഇവിടെ ഇപ്പം നമുക്ക് കൊടുക്കുമ്പോൾ ദേവതകൾ അത് ഏറ്റെടുക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് പിതാമഹ പ്രപിതാമഹ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. പിതാമഹ എന്ന് പറഞ്ഞാൽ അങ്ങ് വളരെയധികം തലമുറയ്ക്ക് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ
അതിവിശേഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമാണെങ്കിൽ, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ഏവരും ആബാലവൃദ്ധം, അതായത് 9 വയസ്സിന് മേലോട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും മരണത്തിൻ്റെ തലേ ദിവസം അറിയെങ്കിൽ നാളെ മരണമാണെന്ന് അറിയെങ്കിൽ ഇന്നുകൂടി ചെയ്യണമെന്നാണ്. അപ്പം പ്രതികർമ്മം എല്ലാവർക്കും ചെയ്യാം. ആരും എന്തിനാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓരോരുത്തർ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ചെയ്യാം. അച്ഛൻ ഇരിപ്പുന്നുണ്ടെങ്കിൽ അച്ഛനിട്ട് പറയണ്ട. ഇവിടെ പിതൃക്കളെ പറയുന്നുള്ളൂ, അച്ഛനെ പറഞ്ഞില്ലല്ലോ, പിതാവ് എന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോൾ അച്ഛനാണെങ്കിൽ പിതാവ്, അച്ഛൻ്റെ മേലോട്ടുള്ളവർക്കാണ് പിതൃക്കൾ എന്ന് പറയാം. അതായത് പ്രേതമുക്തി വന്നവർ, പ്രേതം എന്നുള്ളതിൻ്റെ പ്രായം അതിൽ നിന്ന് പിതൃക്കളായിട്ട് വരുന്ന, അതിൽ ത്രാണനം ചെയ്തിട്ടുള്ളവർ പിതൃക്കൾ. ഈ ക്ഷേത്രത്തിനൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ശ്രീരാമഭഗവാന്റെ ഇതാണല്ലോ രാമായണ മാസം, ശ്രീരാമഭഗവാന്റെ ക്ഷേത്രവും അപ്രകാരമുള്ള രാമായണത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഈ പ്രദേശങ്ങളും, വാലികറ മല, ഉഗ്രം കുന്ന്, അങ്ങനെയുള്ള അടങ്ങിയ ഈ സ്ഥലത്ത് എന്തോ ഒരു പ്രകൃതി ശക്തി കുടികൊള്ളുന്നുണ്ട്. ആദ്യ വർഷം ഞാൻ വന്നപ്പോൾ ആൾക്കാർക്ക് അറിയാട്ടായിരിക്കും, വളരെ 10ഓ 60ഓ ആളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ഇന്നിപ്പം നമുക്ക് നിയന്ത്രിക്കാനത്തിന് അധികമായിട്ട് ആൾ വന്നു. 8000 ആളൊക്കെ ഇപ്പം ഇവിടെ തൊട്ടടുത്തൊക്കെ ചില ഉള്ളത് കൊണ്ട് അപ്പുറം ആൾ മാറിപ്പോയിട്ടുണ്ട്. അതാണ് ഇതിന് ആൾ ഒരുപക്ഷെ കുറയാൻ കാരണം. അല്ലെങ്കിൽ ഒരു 8000 ആളൊക്കെ ഇവിടെ ഉണ്ടാവും. പ്രധാനമായിട്ടും ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ബലിയിടുന്നതിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശ്രീരാമസ്വാമി ക്ഷേത്രം നമ്മുടെ, അതായത് ഹിന്ദു മതത്തിൻ്റെ കർമ്മത്തിൻ്റെ ദേവത ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീരാമ ഭഗവാനാണ്. ശ്രീകൃഷ്ണൻ്റെ കഥയിലോ അല്ലെങ്കിൽ പരമശിവൻ്റെ കഥയിലോ ഒന്നും തന്നെ നിങ്ങൾ പ്രതികർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ശ്രീരാമ ഭഗവാൻ പറയാണ്. അത് 2 സ്ഥലത്ത് പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവ് മരിച്ചപ്പോൾ ഭരതൻ വന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബലിയിടുന്നുണ്ട്. രണ്ടാമത് ജടായു മരിച്ചപ്പോൾ, ജടായു ആയത് രാവണൻ്റെ വെട്ടേറ്റ് ജടായു മരിച്ചപ്പോൾ ജടായുവിൻ്റെ ആത്മാവിധിക്ക് വേണ്ടിയിട്ട് നീ കാട്ടിൽ കിട്ടുന്ന കാഷ്ടങ്ങൾ കൊണ്ട് നീ കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം കൊണ്ട് നീ ബലിയിടുമെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. എന്താ വെച്ചാൽ കാട്ടിൽ വേറെ അന്നാഹാരങ്ങൾ കിട്ടില്ല. അപ്പോൾ അതാണ് അങ്ങനെ പറയാം. കാട്ടിൽ അന്നം വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ യുക്തിയില്ല. അതുകൊണ്ടാണ് ഈ എന്താണോ കിട്ടുന്നത് അത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീരാമ ഭഗവാനാണ് ഇതിൻ്റെ ഇത് നമ്മളെ കലിയുഗത്തിലേക്കും ത്രേതായുഗത്തിലേക്കും ദ്വാപരയുഗത്തിലേക്കൊക്കെ വേണ്ടി ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ ഇത് വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ വെളിനല്ലൂർ എന്ന് പറയാം. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വെളിനല്ലൂരിന് പോകാൻ ശ്രീരാമൻ്റെ ഒരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാവരും ഈ നമ്മുടെ ഒരു ഐതിഹ്യത്തിൻ്റെ നമ്മുടെ എല്ലാ കർമ്മത്തിനും പോലെ പ്രധാനപ്പെട്ടതാണ് ബലി കർമ്മം അഥവാ പിതൃകർമ്മം. ഇവിടുത്തെ വെളിനല്ലൂർ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണമായി കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഒരു ഔഷധ കഞ്ഞി എന്ന് വേണേൽ പറയാം. ഇതിനകത്ത് പയറ്, അതുപോലെ തന്നെ മറ്റ് ഫലവർഗ്ഗങ്ങൾ, അതുപോലെ ഔഷധങ്ങളെല്ലാം ചേർത്ത ഒരു കഞ്ഞിയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഞ്ഞി വാങ്ങി കുടിക്കുകയാണ്. നല്ല കാര്യങ്ങളാണ് ശ്രീരാമൻ്റെ, എല്ലാം നല്ലതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കും. അപ്പോൾ ബലിയിട്ടോ? ബലിയിട്ടു. ആർക്കാണ് ബലിയിട്ടത്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭർത്താവിന്. അവരൊക്കെ എല്ലാം ഇട്ടു. എല്ലാം ഇട്ടു. ബലിയിടാൻ വന്നതാണോ? പേരെന്താ സാറിൻ്റെ? ജി കൃഷ്ണപിള്ള. എവിടെന്നാ വരുന്നത്? ചപ്ര. ഇന്നാർക്കാ ബലിയിട്ടേക്കുന്നത്? ഇന്നിപ്പം അച്ഛൻ, അമ്മാവി അച്ഛൻ, അമ്മ, പ്രപിതാക്കൾക്കെല്ലാം എല്ലാവർക്കും ഇട്ടു. ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കാണ്.
പഴമക്കാര് ഇങ്ങനെ പറയാറുണ്ട് പൂയക്കടല ആടിക്കൂടാ. അതെന്താണത്? അതെന്താണെന്ന് വെച്ചാൽ അത് എന്തോ ആ പൂയം നാളിന് ഇതുപോലെ വാവ് വന്നാൽ മിക്കവാറും ആളുകൾ ഇങ്ങനെ ഇത് വിശ്വസിക്കുന്നവർ തലേന്ന് പോയി ബലിയിടുകയുള്ളൂ. അങ്ങനെ അത് എന്തോ ഒരു വിശ്വാസമാണ്. പണ്ട് പഴമക്കാർ ഇങ്ങനെ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരി. പൂയക്കടല ആടിക്കൂടാ. പൂയക്കടല ആടിക്കൂടാ. ബലിയിട്ടോ? വലിയിട്ട് എവിടെന്നാ വരുന്നേ? നമ്മള് നാവായിക്കുളം. നാവായിക്കുളം. അപ്പൊ അവിടെ വർക്കലല്ലേ അടുത്ത് കിടക്കുന്നത്? നമ്മള് സ്ഥിരം പോകുന്നത്. ഇവിടെ ഇങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോ കൊള്ളാൻ നല്ല ഇത് തന്നെ. വർക്കല പോകും പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പിന്നെ വർക്കല എന്ന് പറയുമ്പോൾ നമുക്ക് ആ കടലിൽ പോയി ഇടാന്നുള്ളതാണ്. ഇതാകുമ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റി അതുപോലെ ശ്രീരാമസ്വാമി ആയതുകൊണ്ട് ശ്രീരാമ